പിന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ചില ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസൊക്കെ കല്യാണം കഴിച്ച കുഞ്ഞൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക്. അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. ഓ നല്ല ഇത്. അതുവരെ അവര് സ്മാർട്ടായിട്ട് നടക്കുമ്പോൾ അവർക്കെതിരെ കുറെ കുത്തുവാക്കും ദേഷ്യവും ഇതൊക്കെ ആയിരിക്കും. ഇപ്പൊ സമീപകാലത്ത് തന്നെ അതിനുള്ള ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ തന്നെ അംഗീകരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് സെക്ഷലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് നമ്മൾ തന്നെ ഏറ്റെടുക്കുവാണ്, നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് നമ്മൾ ചരക്കാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് മാറി നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരും. ഇപ്പം നമുക്കറിയാം ഓരോ ആളുകളും സംഘടനകൾ രൂപീകരിക്കുന്നത് എന്തിനാണ്? സംഘടിച്ച് നിൽക്കാനാണ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. അതുപോലെ കുറച്ചൊക്കെ സംഘടിച്ച് നിൽക്കാൻ സ്ത്രീകൾക്ക് സാധിക്കണം. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്നെ ചിലപ്പോൾ എല്ലാവരും കൂടി ഫെമിനിസ്റ്റ് പറയാൻ വരുന്നത്. ഈ ഇന്റർവ്യൂവിന്റെ ഔട്ട് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത് റിനി ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഇവളൊരു വലിയ ഫെമിനിസ്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കമന്റ്സ് ആയിരിക്കും വരുന്നത്, കൂടുതൽ വരുന്നത്. തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചധികം സംസാരിക്കുന്ന ആളുകൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ അടക്കവും ഒതുക്കവും ഇല്ലാത്ത അങ്ങനത്തെ പെൺപിള്ളേര്, അതല്ലെങ്കിൽ ഫെമിനിസ്റ്റ്. ഈ രണ്ട് പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അല്ല, അത് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് നമ്മൾ കുറേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾക്ക് പുരുഷനും സ്ത്രീ എന്ന് പറയുന്ന ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. സ്ത്രീ ഇല്ലാതെ പുരുഷനും പുരുഷനില്ലാതെ സ്ത്രീക്കും നിലനിൽപ്പില്ല, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ പുരുഷനാണ്, എൻ്റെ ബ്രദർ പുരുഷനാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും എന്നെ സഹായിച്ചിട്ടുള്ളത്, ഞാൻ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിന് വരെ കാരണമായിട്ടുള്ളത് പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും എനിക്ക് പുരുഷന്മാരോട് ഒരു തരത്തിലുള്ള വിദ്വേഷമില്ലെന്ന് വെച്ചാൽ പുരുഷന്മാരോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. പക്ഷേ എന്ന് കരുതി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഒരു സമുദായം ഒന്നിച്ച് നിന്നുകൊണ്ട്, ഏതെങ്കിലും ഒരു സമുദായം, ഒരു മതം എന്ന് വിളിക്കുക, ഒന്നിച്ച് നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനർത്ഥം മറ്റു മതങ്ങളെ ഇഷ്ടമല്ലെന്നല്ലല്ലോ, അങ്ങനെ ഒരു അർത്ഥം ഇല്ലല്ലോ. എന്ന് പറയുന്ന പോലെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനർത്ഥം നമുക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല എന്നുള്ളതല്ല. മനസ്സിലായി? പിന്നെ നമ്മളിത് പറയുന്നത് ഒരു കാര്യം കൂടി, നമ്മൾ പുരുഷന്മാരോട് പറയുകയാണ്, ദേ കേൾക്കൂ, ഞങ്ങളുടെ വിഷമങ്ങൾ കേൾക്കൂ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കൂ. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു കേഴലാണ്, ലോകത്തോടൊരു പറയുകയാണ്. നമ്മളിങ്ങനെ പ്രതിസന്ധിയിലാണ്, നമ്മൾക്ക് കുറച്ചും കൂടി ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമുക്ക് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ടാലൻ്റുള്ള സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ സഹകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ കലാരംഗത്തൊക്കെ അത്തരം പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ ടാലൻറ്റിനെ തന്നെ കില്ല് ചെയ്ത് കളയുകയാണ്.